മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ വാണിയമ്പാറയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം. വാണിയമ്പാറ കോമ്പാഴയ്ക്ക് സമീപം ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ദേശീയപാതയോട് ചേർന്ന പ്രദേശത്താണ് ആന ഇറങ്ങിയത്. ബാബു, ജോർജ്, മറിയം എന്നിവരുടെ പറമ്പുകളിലാണ് കാട്ടാന നാശനഷ്ടമുണ്ടാക്കിയിരിക്കുന്നത്. മേഖലയിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ജനവാസ മേഖലയിൽ ആന ഇറങ്ങാൻ ഇടയാക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പ്രദേശത്തുള്ള മൊത്തം ഞങ്ങളുടെ വാഴകളും കവുങ്ങ്, തെങ്ങ് എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിരിക്കുന്നു. ഭീതിയോടെ ഞങ്ങളിവിടെ വസിക്കുന്നത്. ഞങ്ങൾക്ക് പ്രായം ചെന്ന ആൾക്കാരാണ്, 70-70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നവർ. ഞങ്ങൾക്ക് ഓടാനോ ചാടാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അതിർത്തി കൂടെയുള്ള ഫോറസ്റ്റിൻ്റെ ഫെൻസിങ് എത്രയും വേഗം അത് വർക്ക് ചെയ്യുന്ന രീതിയിലാക്കി തരുവാനായിട്ട് വിനീതമായി ഞങ്ങൾ താല്പര്യപ്പെടുന്നു. വേണ്ടുന്ന നഷ്ടപരിഹാരം ഇതോടുകൂടി തരണം. ഫോറസ്റ്റുകാർ ഇതിന് വേണ്ടുന്നതായ നടപടി ഉടൻ തന്നെ എടുക്കണമെന്ന് വളരെ താല്പര്യത്തോട് ഞങ്ങൾ പറയുകയാണ്. ഇനി തൃശൂർ വാണിയമ്പാറയിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ദേശീയപാതയോട് ചേർന്ന പ്രദേശത്താണ് ആന ഇറങ്ങിയത്. ബാബു, ജോർജ്, മറിയം എന്നിവരുടെ പറമ്പുകളിലാണ് കാട്ടാന നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. മേഖലയിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ആന ഇറങ്ങാൻ ഇടയാക്കുന്നത് എന്നതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്.